സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. ും ഒന്നുപോലും പ്രാവർത്തികമാകാത്തതിനാൽ കടുത്ത ശുദ്ധജലക്ഷാമം നേരിടുകയാണ് കൊണ്ടോട്ടി നഗരസഭയിലെ നെടിയിരുപ്പിലെ മൂച്ചിക്കുണ്ട് കോളനി നിവാസികൾ. നൂറോളം വീടുകൾ ഉണ്ടിവിടെ. ഒരു വീട്ടിൽ പോലും കിണറില്ല. പാറകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ കിണർ കുത്തിയിട്ടും കാര്യമില്ല എന്നതാണ് പ്രശ്നം. ഇവിടെയുള്ള അവസ്ഥ എന്താ വെച്ചാൽ, ഇവിടെ ഒരു പഞ്ചായത്ത് കിണറുണ്ട്. ആ കിണറിൽ ഞങ്ങളൊരു 100 ആൾക്കാർ പോലും പാളയം കയറിയിട്ട് മുക്കാണ്. ഇപ്പോൾ ഒരു വർഷമായിട്ട് കുറേശ്ശെ വെള്ളമുണ്ട്. അത് ഞങ്ങളിങ്ങനെ കുറേശ്ശെ മുക്കലുണ്ട്. പിന്നെ 2000 ലിറ്റർ വെള്ളമാണ് ഞങ്ങൾ അടിക്കുന്നത്. അത് 1200 വേണം ഓരോരുത്തർക്ക് കൊടുക്കുക. അതിപ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കിട്ടുള്ളൂ, ചിലപ്പോൾ അത് കിട്ടിയില്ലാന്നും വരും. തോന്നെ ആൾക്കാർക്കുള്ളവർക്ക് തീരെ കിട്ടൂല. അപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഭയങ്കര കഷ്ടപ്പാടിലാണ്. മഴക്കാലത്ത് മഴവെള്ളം സംഭരിച്ചാണ് ഇവിടുത്തുകാർ ജീവിക്കുന്നത്. ചില വീടുകൾക്ക് മഴവെള്ള സംഭരണികളുണ്ട്. അതിൽ ശേഖരിക്കുന്ന വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ വേനലാകുന്നതോടെ എല്ലാ വീട്ടുകാരും ശുദ്ധജലക്ഷാമത്തിലാണ്. ഇവിടെ കോളനി കിട്ടിയ അന്ന് മുതലുണ്ട് കഷ്ടപ്പെടുന്നു. വെള്ളമില്ലിട്ട് ഒരു വെള്ളം ഒരു മഴ പെയ്യാൻ നേരം ഒരാഴ്ച അപ്പോഴും ആയിട്ട് വെള്ളം അടിച്ചു. അത് 4 ദിവസം പിന്നെ വെള്ളം അത് കഴിഞ്ഞാറ്. അങ്ങനെ ഇപ്പോഴൊന്നുമില്ല, ഈ സമയത്തൊന്നുമില്ല അടിക്കലില്ല. അങ്ങനെ എന്നോ ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് 5-6 മാസം. പ്രശ്നം പരിഹരിക്കാൻ പല പദ്ധതികളും പല വകുപ്പുകളിലും അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും പൂർത്തിയായിട്ടില്ല. കോളനിയിലെ ഒരു ഭാഗത്ത് ഒരു പൊതു കിണറുണ്ട്. അതാണ് ഏക ആശ്രയം. എന്നാൽ പല വീട്ടുകാർക്കും ഇവിടെ എത്താൻ 1 കിലോമീറ്ററോളം നടക്കണം. കുളിക്കാനൊക്കെ എവിടെന്നെങ്കിലും കെട്ടിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ പൈസ കൊടുത്ത് അടിക്കുക. ഞങ്ങൾ നടന്ന് പറഞ്ഞാൽ താഴെ കോളനിയിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവന്ന്. അപ്പം അവിടെ വാട്ട കല്ലുംകോറി മറ്റേ കസറിൻ്റെ അവിടെ നിന്നൊക്കെ വെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾ കുടിച്ചിരുന്നു. താഴെ കോളനിയിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞൂടി. വെള്ളമെടുത്ത് പാത്രത്തിൽ നിറച്ച തലച്ചുമടായാണ് വീടുകളിലേക്ക് മടങ്ങുന്നത്. ദുരിതം പേറി പാത്രങ്ങളിൽ വെള്ളം എത്തിച്ചാലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും തികയില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പലപ്പോഴും പണം കൊടുത്ത് വാഹനങ്ങളിൽ വെള്ളം എത്തിക്കേണ്ട ഗതികേടാണ്. വാഹന ഗതാഗതം പ്രയാസമുള്ള ഭാഗമായതിനാൽ 1000 രൂപയുടെ മുകളിൽ വരെ വെള്ളത്തിന് നൽകേണ്ട അവസ്ഥയാണ്. വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് യുവാക്കളും മുതിർന്നവരും എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇനി കുടിവെള്ളം ഈ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് സമരം ചെയ്യാമെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കൂലിപ്പണി ചെയ്യുന്നവരാണ് ഈ പ്രദേശത്തെ കുടുംബങ്ങൾ ഏറെയും. കൂലിപ്പണിക്കാരായ ആളുകൾ അവിടെ മുഴുവനുള്ള ആകെ 4 സർക്കാർ ജീവനക്കാരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കൂലിപ്പണിക്കാരാണ്. ഞങ്ങൾക്കാണെങ്കിൽ പണിയായിരുന്ന പ്രയാസം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു മഴ പെയ്താൽ ഖനനം നിർത്തിവെക്കണമെന്ന് സർക്കാർ വരുമ്പോൾ പണിയില്ലാത്തൊരവസ്ഥ. ഇപ്പോൾ കൊടും ചൂടിൽ സർക്കാർ പറഞ്ഞു വെയിലുള്ളാൻ പാടില്ല, പിന്നെ വേനൽ ചൂടും അതേമാതിരി പിന്നെ സൂര്യാഘാതം ഏറ്റ് പ്രയാസം ഉണ്ടാകുന്നു. അപ്പോഴും നമുക്ക് പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. എപ്പോഴെങ്കിലും കിട്ടുന്ന പണി, ആ പണിയുടെ പൂർണ്ണമായ ഞങ്ങൾ തുക, ഞങ്ങൾ വേതനം ഈ വെള്ളത്തിന് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങൾ മുമ്പിലുള്ളത്. അപ്പോൾ ഇതിനെതിരെ ഒരു പ്രതിഷേധം അധികാരി കണ്ണ് തുറക്കണം. തുറക്കും വരെ ഒരു സമരമായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടി ഞങ്ങൾ മുമ്പിൽ മുനിസിപ്പാലിറ്റി, വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ പ്ലാനിംഗ് ഓഫീസും ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളുടെ മുമ്പിലേക്ക് വമ്പം പ്രക്ഷോഭ സമരങ്ങളായിട്ട് ഇറങ്ങാൻ തീരുമാനം ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദിവസവും ലഭിക്കുന്ന വരുമാനം വെള്ളത്തിന് തന്നെ മതിയാകാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത്തവണ വോട്ട് ബഹിഷ്കരണം പ്രഖ്യാപിച്ചും മറ്റും നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചിരുന്നു. വോട്ട് ബഹിഷ്കരണമായിരുന്നു. എല്ലാവരും സമരത്തിനായിട്ട് ഇരുന്നു. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് 60 വർഷങ്ങളായിട്ട് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിലായിക്കാണ്. ഒരുപാട് പദ്ധതികൾ ഞങ്ങളെ മുന്നിൽ വന്നിട്ടും ഞങ്ങൾക്ക് അതിനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇനി എന്നാണോ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് വരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ വിചാരിച്ചത്. പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു. എയർ1 ന്യൂസ്, നെടിയിരുപ്പ്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.